പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മൾ വന്നിരിക്കുന്നത്. തലയെ മുറുകെ പിടിക്കാതെ ഇരിക്കുന്നവനാരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. തലയായ്വിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും. ഈ വിഷയം ഒരു ക്ലിപ്പായിട്ട് ചെയ്യണമെന്ന് ഹൃദയത്തിൽ താല്പര്യമുണ്ടായി. കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്നും തല ക്രിസ്തു എന്നുള്ള പഠിപ്പിക്കൽ വളരെ ദുർലഭമായിട്ടേ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സങ്കീർത്തനവും ന്യായപ്രമാണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാൻ ഇവിടെ സമയം. ഒന്നാമത് പാസ്റ്റർമാർക്ക് അറിയത്തില്ല ഇത്. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഈ ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ കിടക്കുന്നതുകൊണ്ട് ഈ വചനത്തിൻ്റെ വെളിപ്പാട് അത് ലഭിച്ചവർക്കേ അത് പറയാൻ പറ്റത്തുള്ളൂ. അത് വളരെ ചെറിയൊരു ശേഷിപ്പേ പറയുന്നുള്ളൂ. ഞങ്ങളൊക്കെ അത് വളരെ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു തൃശ്ശൂർ ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ട്രെയിനിൽ ഇങ്ങനെ പോവുക. രാവിലെ പോകുന്ന സമയത്ത് ട്രെയിനിലിരിക്കുമ്പോൾ ഒരു തെങ്ങിൻ തോപ്പ് കാണാനിടയായി. തെങ്ങിൻ തോപ്പ്. ഞാൻ ആ പോയ ചർച്ചിലും അത് പറയാനിടയായി. അവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യാനാ, ഉള്ളത് പറഞ്ഞ ആർക്കും ഉള്ളത് പറയുമ്പോൾ കള്ളിക്ക് തുള്ളലെന്ന് പറഞ്ഞ പോലെയാ ഈ ആത്മീയ സത്യങ്ങൾ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എനിക്കറിയത്തില്ല എന്താ ഇതിൻ്റെ പിന്നിലൊരു രഹസ്യം. രഹസ്യം വേറൊന്നുമല്ല, നമുക്ക് ന്യായമായിട്ട് ചിന്തിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പഴയ നിയമത്തിൻ്റെ അഡിക്റ്റായി കിടക്കുമ്പോൾ ഈ പുതിയ നിയമത്തിലെ ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം പറയുമ്പോൾ അങ്ങോട്ട് ദഹിക്കില്ല. അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ തെങ്ങിൻ തോപ്പ് കണ്ടപ്പോൾ ഈ തെങ്ങിന് ഒരു 10-500 തെങ്ങുണ്ടെന്ന് തോന്നിപ്പോകണ്ട. ഇതിൽ ബഹുഭൂരിപക്ഷം തെങ്ങുകൾക്കും തലയില്ല. തലയില്ലാതെ തടിയോടെ നിന്നിട്ട് എന്താ കാര്യം? തലയില്ലാത്ത സഭകൾ, ക്രിസ്തുവില്ലാത്ത സഭകൾ. ഞങ്ങളെ ദൈവജനം പഠിപ്പിച്ച വയോവൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ പ്രസംഗിച്ചു. അതുകൊണ്ട് 10-15 വർഷം ഞങ്ങൾ ഈ തന്നിൽ നിന്ന് ഈ ഉപദേശങ്ങൾ കേട്ടു. പുതിയ നിയമത്തിൻ്റെ വചനങ്ങൾ, തല ക്രിസ്തുവും ശരീരം സഭ എന്നുള്ള വിഷയം ആഴത്തിൽ ഞങ്ങളെ പഠിപ്പിക്കാനിടയായി ആ മാന്യദേഹം. സ്തോത്രം. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞിട്ട് വചനത്തിലേക്ക് വരട്ടെ. ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് വചനം പറയുമ്പോഴാണ് അത് ആഴത്തിലേക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഈ പുള്ളി 90 വയസ്സായല്ലോ, 94 മരിക്കുന്നത്, പ്രായാധിക്യം കൊണ്ട് പിച്ചുമ്പയും പറയുന്നതാണെന്ന് വിചാരിച്ചു. പിന്നെയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സഹോദരന്മാരെ, തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കുന്നു. വേദനയോടെ പറയുന്ന പോലെ പുള്ളി പറയുന്നു. അപ്പം ഞങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതിൽ ഇത് തലയില്ലാത്ത ശരീരം ഒഴുകി, ഇതെന്താ ഇത്? സഹോദര, ക്രിസ്തുവില്ലാത്ത സഭകൾ ലക്ഷ്യബോധമില്ലാതെ ഒഴുകി നടക്കുന്നെന്ന്. എത്ര ക്ലിയർ കട്ടാണത്! സഭയിൽ ക്രിസ്തുവില്ല സഹോദരങ്ങളെ ലബോദിക്ക എന്നുള്ള ദൂത് നമ്മൾ പഠിക്കുമ്പോൾ സഭയ്ക്ക് വെളിയിലാ കർത്താവ്. കർത്താവിൻ്റെ വരവിന് മുൻപുള്ള കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രമാണ് ലബോദിക്ക. 7 സഭകൾ 7 കാലഘട്ടങ്ങളെ കാണിക്കുന്നത്, 7 സഭകളല്ലത്. അതിൽ 7ാമത്തെ സഭ ലബോദിക്ക, വാട്ടവെള്ളപ്പരുപ്പം, ലൂക്ക് വോം വാട്ടർ. ക്രിസ്തുവില്ലാത്ത സഭകൾ. ശീതവാനല്ല, ഉഷ്ണവാനല്ല, ശീതോഷ്ണവാൻ, രണ്ടും കെട്ട പരുവത്തിൽ കിടക്കുക. ആത്മീയനാണോ? ആത്മീയനല്ല. എന്നാൽ ആത്മീയനല്ലേ? ആത്മീയനാണ്. അങ്ങനെ ഇരുന്ന് വായിന്ന് ഉമിണ്ട് കളയുന്ന കർത്താവ് പഠിപ്പിച്ചേ. ലവോദിക്ക കാലഘട്ടത്തിൽ ക്രിസ്തുവില്ലാതെ കിടന്നാൽ വായിൽ നിന്ന് ഉമിണ്ട് കളയുന്ന പോലെ, പല്ല് തേച്ചിട്ട് തുപ്പിക്കളയുന്ന പോലെ നമ്മളെ തുപ്പിക്കളയും കർത്താവ്. കർത്താവിൻ്റെ ഒരു പോകാൻ പറ്റത്തില്ല. അതാണ് ഈ തീഷ്ണതയോടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കാരോടും പരിഭവമോ ദേഷ്യമോ പിണക്കോ വഴക്കോ ഒന്നുമില്ല. യാഥാർത്ഥ്യം ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് വരുമ്പോൾ തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ശരീരമാം സഭകൾ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് വളർച്ച പ്രാപിച്ച് വരുന്നില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും.
ആ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട്, ആ അപകടം മണത്തുകൊണ്ടാണ് ഈ സാധു ഉപദേശി ഇത് ശക്തിയോടെ വിളിച്ചു പറയുന്നത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു. പുതിയ നിയമസഭ വളർച്ച പ്രാപിക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രമാണം കേട്ടനുസരിക്കുന്നതിലൂടെയാണെന്ന് ഇനിയെങ്കിലും ദൈവമക്കൾ ആഴത്തിൽ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്ന കർത്താവ് പറഞ്ഞത് ആദിമ ശിഷ്യന്മാർ അനുസരിച്ചു. ഇന്നത്തെ ശിഷ്യന്മാർ അനുസരിക്കുന്നില്ല, മറുത്തു നിൽക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇതൊന്ന് ഊന്നി പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്നു. 7ാമത്തെ എപ്പിസോഡാ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് മാത്രമല്ല, പല വിഷയങ്ങൾ ഏകോപിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു പ്രധാന വാക്യം 10-ാം വാക്യം, 2:10. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. തലയായ അവനിൽ നിങ്ങൾ പരിപൂർണത. എങ്ങനെ പരിപൂർണത കിട്ടും? തലയായ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ അപൂർണതയിലേക്ക് നടത്തപ്പെടാൻ പറ്റത്തുള്ളൂ. റോമാലേഖനത്തിലൊരു വാക്യമുണ്ടല്ലോ: തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. പുത്രൻ്റെ സ്വരൂപത്തോട് എങ്ങനെ അനുരൂപരാകുന്നേ? പുത്രൻ്റെ ഉപദേശം കേട്ടനുസരിക്കുമ്പോൾ. ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുകയും എന്തെങ്കിലുമൊക്കെ പഠിക്കുകയും ചെയ്താൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന, ഡോക്ടറിന് പഠിക്കുന്ന, നഴ്സിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കണം? ശരീരത്തിൻ്റെ ഘടനകളെ കുറിച്ച് പഠിക്കണം, മരുന്നുകളെ കുറിച്ച് പഠിക്കണം, ഓരോ അവയവങ്ങളെയും കീറി മുറിച്ച് പഠിക്കണം. അവരത് പഠിച്ചുകൊണ്ടിരിക്കുക. ശവങ്ങളൊക്കെ അവർ കീറി മുറിച്ച് പഠിക്കുക. കാരണം നല്ല മനുഷ്യശരീരത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെ അവയവങ്ങൾ ഏതൊക്കെ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അവർ പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ വിഷയം നമ്മുടെ ഉപദേശത്തിലേക്ക് വരാം. തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് കൊലോസ്യ ലേഖനം 2:10 പറയുമ്പോൾ, കൊലോസ്യർ 1 എന്താ നമ്മൾ വായിച്ചത്? 1:18 ക്രിസ്തു സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. അവ തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. തലയിൽ നിന്നുള്ള ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ പൂർണ്ണത കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അപൂർണമായിരിക്കും നമ്മുടെ ക്രിസ്ത്യ ജീവിതം. കുഴഞ്ഞു പോകും നമ്മൾ. ഇന്ന് അനേകരുടെ ക്രിസ്ത്യ ജീവിതം കുഴഞ്ഞു 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 കിടക്കുക. എന്താ കാര്യം? സന്തോഷമില്ല, സമാധാനമില്ല, പ്രത്യാശയില്ല, ഉപദേശമില്ല. തലയിൽ നിന്നുള്ള ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരത്തിന് കിട്ടുന്നില്ല, സഭയ്ക്ക് കിട്ടുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നില്ല. മോശെ, ഏലിയാവും ദാവീദും അരങ്ങ് തേർക്കുക. ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നാൽ എസ്തർ, മൊർദെഖായി, ഹാമാന്റെ മക്കളെയും ഹാമാനെ എല്ലാം കഴുമരത്തിൽ തൂക്കി. മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ തൂക്കി. ഹല്ലേലൂയ. എന്നിട്ട് ഈ ഉപദേശി പറയും, നിങ്ങളുടെ ശത്രുക്കളെ ഇതുപോലെ ദൈവം ചെയ്യുമെന്ന് പറയും. അപ്പോൾ പിന്നെയും ഹല്ലേലൂയ. പുതിയ നിയമ പ്രമാണം കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ന്യായപ്രമാണം പറയുമ്പോൾ ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പിനെന്നുള്ളത് ഈ ഇവരുടെ തലയിലോട്ട് കയറിയിട്ടില്ല. മനസ്സിലായില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സഭ ശരീരമാണ്, തല ക്രിസ്തുവാണ്. റോമാലേഖനം 12-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. റോമാലേഖനം 12-ാം അധ്യായം. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ പുസ്തകം എടുത്ത് വെച്ച് കേട്ടോണ്ടിരുന്നാൽ നല്ലതാണെന്നാണ് എൻ്റെ ചിന്ത. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു ഉയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ.
ഈ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഒന്നും അറിയില്ലെങ്കിൽ ആ അറിഞ്ഞ പോലെ മുമ്പോട്ട് പൊക്കോണം. ഒന്നും അറിയില്ലെങ്കിൽ എല്ലാം അറിയാവുന്നവരെ പോലെ നമ്മൾ ഇടപെടരുത്. മനസ്സിലാക്കണേ ഞാൻ പറയുന്നത്. വിശ്വാസികളും പാർഷന്മാരും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്കറിയില്ലെങ്കിൽ നമ്മൾ അറിയില്ലെന്ന് സമ്മതിക്കണം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ഓരോരോ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം, നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ, അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. ആത്മീകരാണെന്ന് അഭിമാനിക്കരുത്. ആത്മീകരാകാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വിശ്വാസത്തിൽ പ്രമാണം അനുസരിച്ച് ജീവിച്ച് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ ഒന്നും പറ്റത്തില്ല. എക്സ്പെഷ്യലി പുതിയ നിയമം തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. പഴയ നിയമം പ്രസംഗിക്കുന്നതിൽ ഉസ്താദായിരുന്നു ഞാൻ. ഹല്ലേലൂയ. ഇന്നൊക്കെ പലരും പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ച് ആൾക്കാരെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അതെല്ലാം നിർത്തിയിട്ട് തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭയെ ഒന്ന് പറഞ്ഞ് ഗ്രഹിപ്പിച്ച് അതനുസരിച്ച് ജീവിച്ച് അക്കരെ പോ എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർഗത്ത് പോകുന്നത് അല്ലാതെ വേറെ വഴിയില്ല. സഹോദരങ്ങളെ, റോമർ 12:4-5 വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അപ്പോൾ ഓരോ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. എൻ്റെ ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ട്? ഇഷ്ടംപോലെ അവയവങ്ങളുണ്ട്. സഭയിലെ ഓരോ വ്യക്തികളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. പക്ഷേ ഈ ടീച്ചിങ് ഒന്ന് മനസ്സിലാക്കണം. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അപ്പോൾ വിശ്വാസികളും പാസ്റ്റർമാർക്കും എല്ലാവർക്കും ഒരേ പ്രവൃത്തിയല്ല, ഒരവയവമല്ല. എല്ലാവരും പലതും പല അവയവങ്ങളാണ്. ഓരോ അവയവത്തിൻ്റെ ഓരോ പ്രവൃത്തി ചെയ്യണമെന്ന് ഇവിടെ പഠിപ്പിച്ചു വെക്കുക പൗലോസ്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരവുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പൊ പ്രവാചകന്മാർ സഭയിലുണ്ടെങ്കിൽ, ശരീരമാം സഭയുടെ അവയവങ്ങളായി പ്രവാചകന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രവാചകന്മാരെ എങ്ങനെ പ്രവചിക്കണം? വിശ്വാസത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമുള്ള പ്രവചനം. വളരെ ഗഹനമായ വിഷയം. അതുകൊണ്ട് ഇതൊന്ന് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ താല്പര്യം വന്നത്. 1 കൊരിന്ത്യർ 14-ാം 3-ാം വാക്യത്തിൽ പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി പ്രവചിക്കുന്നു. അതാ പ്രവചനം. യൂദശീലസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിച്ചു. അതാ പ്രവചനം. ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം ഇതൊരു പ്രവചനമാണ്. അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം പ്രവചനങ്ങളാണ്. ഹല്ലേലൂയ. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സ്റ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതെല്ലാം പ്രവചനം. ഈ വേദപുസ്തകം ഒരു പ്രവചന പുസ്തകമാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കൃപാവരം ജ്വലിപ്പിക്കുന്ന ഒരു പ്രവാചകൻ എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് വേണം പ്രവചിക്കാൻ. ചുമ്മാ വായു തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും വായു വരുന്നതൊക്കെ വിളിച്ച് പ്രവചനം എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രവചനമല്ല. പ്രവാചകനായ യൂദയും ശീലാസും പല വചനങ്ങളെ കൊണ്ട് സഭയെ പ്രബോധിപ്പിച്ചു. അതാ പ്രവചനം. ഞാനതിനെക്കുറിച്ചൊക്കെ പണ്ട് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിന് റിപ്പീറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തിവിടെ എന്താ പറയുന്നത്? ഹല്ലേലൂയ. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. അപ്പൊ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം, ഉപദേശിക്കുന്നെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. എല്ലാം വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം ആയിരിക്കണം എല്ലാം ചെയ്യേണ്ടത്. നമുക്ക് തോന്നിയതുപോലെയും മനസ്സിൽ തോന്നുന്ന പോലെയും വല്ലയിടത്തും വല്ലവരും പറയുന്ന പോലെ ഒന്നും ഉപദേശിക്കാനും നമുക്ക് പ്രമാണമില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗദൂതനാകട്ടെ നിങ്ങൾ സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടവൻ. അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഉപദേശത്തെ അങ്ങനെ തന്നെ പറയണം. അത് കൂട്ടാൻ പാടില്ല, കൂട്ടിക്കളയാൻ പാടില്ല, കൂട്ടിച്ചേർക്കാൻ പാടില്ല, മറിച്ച് കളയാൻ പാടില്ല. അത് കൂട്ടിച്ചേർത്താൽ എന്ത് കിട്ടും? വെളിപ്പാട് പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം എടുക്കാം, അതിൻ്റെ 22-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം എടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, വിശുദ്ധ തന്നെ വിശുദ്ധീകരിക്കട്ടെ.
ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനപരം കേൾക്കുന്ന ഏവരോടും സാക്ഷീകരിക്കുന്ന എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിൻ്റെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ ഇതിൽ കൂട്ടാൻ പാടില്ല, എടുത്ത് കളയാൻ പാടില്ല. വചനത്തിൽ നിന്നൊന്നും നീക്കാൻ പാടില്ല, കൂട്ടാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല, കൂട്ടിക്കളയാൻ പാടില്ല. വചനത്തെ കൂട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ശരീരമാം സഭയ്ക്ക് ക്രിസ്തുവിന്റെ പ്രമാണം തന്നെ അവരെ പഠിപ്പിച്ച് അവരെ വളർത്തിയെടുക്കണം, വലുതാക്കിയെടുക്കണം. അതാ അതിന്റെ വിഷയം. തലയിൽ നിന്നുള്ള ഉപദേശമല്ലേ, ക്രിസ്തുവിന്റെ ഉപദേശമല്ലേ. പണ്ട് ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം, ഒരു മാവില് ഒരു 3-4 മാങ്ങ ഒരു ഞെട്ടിൽ ഇങ്ങനെ കിടക്കുക പഴുത്ത്. എൻ്റെ കണ്ണുകൊണ്ടത് കണ്ണുകൊണ്ട് കണ്ടാൽ കൈ കിട്ടുമോ? ഉടനെ ആ മെസ്സേജ് ബ്രെയിനിലൂടെ കയ്യിലേക്ക് പാസ് ചെയ്തു. ദേ മാങ്ങ കിടപ്പുണ്ട്. അപ്പൊ തലയിൽ നിന്നുള്ള ഉപദേശം കൈ അനുസരിച്ചപ്പോഴാണ് മാങ്ങ തറയിൽ പോകുന്നത് എന്നതുപോലെ ക്രിസ്തുവിന്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങൾ അനുസരിക്കണം, എന്നാലേ ഗുണമുള്ളൂ. അത് കൂട്ടിക്കളയരുത്, കൂട്ടിച്ചേർക്കരുത്, മറിച്ച് കളയരുത്. ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം ഒരു വരും. അപ്പൊ കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. ഇന്നത്തെ ക്രൈസ്തവോളം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? സഭ ക്രിസ്തുവിന്റെ ശരീരമെന്നും സഭ കന്യകയെന്നും മണവാട്ടിയെന്നും സഭ ദൈവത്തിന്റെ മന്ദിരമെന്നുള്ള 3 പഠനങ്ങൾ തിരിച്ചും മറിച്ചും സഭയെ പഠിപ്പിച്ചാൽ തന്നെ വിശ്വാസികൾ ആത്മീയരാകും. അത് ചെയ്യത്തില്ലല്ലോ. ഞങ്ങളത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എത്രയോ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. സഭ ക്രിസ്തുവിന്റെ ശരീരം, സഭ കന്യകയെന്നും സഭ മണവാട്ടിയെന്നും സഭ കെട്ടിടമെന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 പഠനങ്ങൾ: സഭ ക്രിസ്തുവിന്റെ ശരീരം, സഭ മണവാട്ടി അല്ലെങ്കിൽ കന്യക, സഭ ക്രിസ്തുവിന്റെ മന്ദിരം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ഈ 3 പഠനങ്ങൾ തന്നെ പ്രസംഗിച്ച് ജനത്തെ ആ വചനപരിജ്ഞാനത്തിലേക്ക് നടത്തിയാൽ അവരെല്ലാം നന്നാകും. ചെയ്യത്തില്ല ഇത്. സാത്താൻ സമ്മതിക്കത്തില്ല പുതിയ നിയമം പ്രസംഗിക്കാൻ സഭയില്. അതാ ഇന്ന് പലരും പഴയ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമം ഭൗതിക അനുഗ്രഹത്തെ കാണിക്കുന്നത്, പുതിയ നിയമം ആത്മീയ അനുഗ്രഹത്തെ കാണിക്കുന്നത്. അത് വരുവാനുള്ള നിഴല, ഇത് യാഥാർത്ഥ്യമാ. ന്യായപ്രമാണം ശിശുപാലകനാ. എന്താ? യേശുവിന്റെ അടുക്കിലേക്ക് നടത്തുന്ന ശിശുപാലകൻ. ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ന്യായപ്രമാണം ഒരു വ്യക്തിയെ എത്തിച്ചു കഴിയുമ്പോൾ പിന്നെ ന്യായപ്രമാണം വേണ്ട. അല്ലെങ്കിൽ ന്യായപ്രമാണം നമുക്ക് ലഭിച്ചതല്ല. ന്യായപ്രമാണത്തിൽ കീഴിലോട് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. തലയിൽ നിന്നുള്ള ഉപദേശം നമ്മൾ സ്വീകരിച്ച് ജീവിച്ചോണം. റോമാലേഖനം 12-ന്റെ 5, 6, 7 വാക്യങ്ങൾ ആഴത്തിൽ പഠിച്ചോണം. പ്രവചനമാണെങ്കിലും പിന്നെ ശുശ്രൂഷയാണെങ്കിലും ഉപദേശമാണെങ്കിലും പ്രബോധനമാണെങ്കിലും എന്താണെങ്കിലും അത് എന്ത് ചെയ്തോണം? വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് ചെയ്യണം. തലയായ ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിച്ച് ആ ശുശ്രൂഷകളൊക്കെ നടപടിയായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 1 കൊരിന്ത്യർ 12-ന്റെ 12 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12-ന്റെ പെട്ടെന്നൊന്ന് വായിച്ചു പോകാൻ വേണമെങ്കിൽ, ഹല്ലേലൂയ, 1 കൊരിന്ത്യർ 12-ന്റെ സ്തോത്രം, 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 സ്തോത്രം. 12 മുതൽ വാക്യങ്ങൾ: യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരു ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരു ആത്മാവിനെ പാനം ചെയ്തു പിടിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായിക്കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ
അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. അപ്പോൾ അത് വായിച്ചങ്ങോട്ട് പഠിച്ചോണം. ഞാനതൊക്കെ പറഞ്ഞു തരാം. വായിക്കും. 1 കൊരിന്ത്യർ 12 മുതൽ 27 വരെ. എഫേസ്യ ലേഖനം 5:26 മുതലുള്ള വാക്യങ്ങളെന്ന് വായിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. 5:26 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അവൻ അവളെ വചനത്തോട് ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പോ കർത്താവ് തന്റെ മണവാട്ടിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. വചനത്തോട് ജലസ്നാനത്താൽ വെടിപ്പാക്കി, വചനം കൊണ്ട് വെടിപ്പാക്കി, കറ ചുളുക്കം ഒന്നുമില്ലാത്ത കന്യകയാണ് മണവാളം വേലി കഴിക്കാൻ വരുന്നത്. സഭയെ കന്യകയായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്, മണവാട്ടിയായിട്ട് പഠിപ്പിക്കുന്നു. ഈ കന്യകയായ സഭ, മണവാട്ടിയായ സഭ, മണവാട്ടി പോകാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിർമ്മല കന്യ. അതാണ് യഥാർത്ഥ പഠിപ്പിക്കൽ. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യപ്പിപ്പാൻ പോകാൻ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സഭയാം കന്യകയാണ്. അശുദ്ധി വഹിക്കാൻ പാടില്ല. വിവാഹ നിശ്ചയം 2000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. ഇനി വിവാഹം നടക്കുന്നവരെ അശുദ്ധിയിലും അനീതിയിലൊന്നും പോകാതെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സഭ മുമ്പോട്ട് പോകണം. അന്യത ഉപദേശത്തിലേക്ക് പോയാൽ സഭ അശുദ്ധിയിലേക്ക് പോകുന്നു, കല്യാണം നടക്കത്തില്ല. ഇതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നേ? കറ ചുളുക്കം ഒന്നും വരാൻ പാടില്ല. ഒരാൾ കല്യാണം കഴിക്കാനായിട്ട് അവിടെ ചെന്നപ്പോ പെണ്ണിന് എത്ര വയസ്സുണ്ട്? പെണ്ണ് 65 വയസ്സ്, മണവാളനോ 30 വയസ്സ്. നോക്കുമ്പോൾ ചുളുങ്ങിയൊക്കെ ഇരിക്കുക പെണ്ണിന്. ചെറുക്കം പറയും എനിക്ക് വേണ്ട. എന്താ വയസ്സ് പറയാത്ത? വെള്ളം പുട്ടിയെല്ലാം കൂടി വാരി തേച്ച് തലയൊക്കെ ടാറും ചെയ്ത് അർപ്പിച്ച് വേഷഭൂഷാദികൾ, മേക്കപ്പ്, സിനിമാ നടിമാർ നടക്കുന്ന പോലെ വിശ്വാസികൾ നടക്കുന്ന പോലെ എനിക്ക് അതിശയം തോന്നാറുണ്ട്. എന്തെല്ലാം മേക്കപ്പ് ചെയ്യാം അത് മുഴുവൻ ചെയ്യുന്ന വിശ്വാസികളെ എനിക്കറിയാം. ഈ ന്യൂ ജനറേഷനിലാണത് കൂടുതൽ. മറ്റുള്ള സഭകളിലും ഒറ്റപ്പെട്ടവരായിട്ടില്ലാതില്ല. സഭയുടെ അലങ്കാരം ഭൗതികമല്ല, ആത്മീകമാണ്. കൃപകളാലും വരങ്ങളാലും അലങ്കരിക്കപ്പെട്ടൊരു കന്യക. 45-ാം സങ്കീർത്തനത്തിൽ അത് കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകാം. ഇന്നൊന്നും ആരും ഇതൊന്നും വേണ്ട രീതിയിൽ ഗ്രഹിക്കാതെ പോവുക. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥകളും നമുക്ക് കാണാൻ കഴിയും. അല്ലയോ കുമാരി, കേൾക്കുക, ചെവിചായിക്കുക, സ്വജനത്തെയും നിന്റെ മൃദുഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അന്തഃപുരത്തിൽ എന്ന് പറഞ്ഞാൽ അന്തരംഗം ശോഭ പരിപൂർണയായിരിക്കണം. അവിടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുവന്നത് അവിടെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിച്ച് രാജസിൽ കൊണ്ടുവരും. അപ്പോൾ ചിത്രത്തയ്യലുള്ള വസ്ത്രം അത് അവരവർ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ്. നീതിപ്രവൃത്തികൾ കൊണ്ട് നെയ്തെടുക്കുന്ന വസ്ത്രം. രാജകുമാരി ശോഭാ പരിപൂർണയാണ്. ആത്മീക സൗന്ദര്യമുണ്ട് അവൾക്ക്. കുറെ കീലും അതും ഇതൊക്കെ വാരി തേച്ച് ചുണ്ടിലും കാലിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്ന സൗന്ദര്യമല്ല. അതൊക്കെ ലോകക്കാർ ചെയ്യുന്നതാണ്. അതൊന്നും നമ്മൾ ചെയ്യരുത്. ലോകത്തിൻ്റെ ഇലക്ഷനൊന്നും നമുക്ക് വേണ്ട. ലോകത്തിൻ്റെ രീതികളൊന്നും നമുക്ക് വേണ്ട. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ അവരെണ്ണപ്പെടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത്ര കാര്യമായിട്ട് നിങ്ങളോട് പറയുന്നേ? എഫേസ്യർ 4:11 മുതൽ 16 വരെയുള്ള വാക്യം വായിച്ചു പഠിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ ചിലർ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേശകന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് സഭ പ്രാപിക്കണം. കന്യക പ്രാപിക്കണം. മണവാട്ടിയാകാൻ പോകുന്ന സഭ പ്രാപിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ആ മനുഷ്യരുടെ ചതിയാലും ഉപയത്താലും തെറ്റിച്ചുകളെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോ മാത്രമല്ല ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുകൊള്ളുന്ന ശിശുക്കളായിരിക്കും.
അങ്ങനെ ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയായിത്തീരും. കണ്ടോ, ക്രിസ്തു എന്ന തലയോളം വളരുക. ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് 33 വയസ്സ് വരെ ജീവിച്ചു. ആ കർത്താവ് പ്രാപിച്ച ആത്മീയ നിലവാരത്തിലേക്ക് പുതിയ നിയമസഭയിലെ ഓരോ വിശുദ്ധന്മാരും വിശുദ്ധമതികളും വരണം. കണ്ടോ, മെഷർമെന്റ് അതാ. ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ഭാവം, അവന്റെ ദിവ്യ സ്വഭാവം, ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ച് നമ്മളിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഏത് സ്വർഗത്തിലാണ് നമ്മൾ പോണേ? വെറും മിഥ്യയാണ് സ്വർഗരാജ്യം എന്നുള്ളത്. അത് വളരെ വചനമനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയിൽ തികഞ്ഞു വരുന്ന വ്യക്തികൾ കിട്ടുന്നതാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നാം ഇനി മനുഷ്യന്റെ ചതിയാലും ഉഭയത്താലും തെറ്റിച്ചുകളെയും തന്ത്രങ്ങൾ കുടിക്കുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊരു ശിശുക്കളായിരിക്കാതെ. അപ്പോൾ ഈ ദുരുപദേശകന്മാർ ഉപദേശിച്ച് ആത്മീയ ശിശുക്കളായി കിടക്കുക വിശ്വാസികൾ. പാസ്റ്റർമാരും ശിശുക്കളാ, വിശ്വാസികളും ശിശുക്കളാ. ഈ രണ്ടു കൂട്ടരും കൂടെ എങ്ങോട്ടാ പോകുന്നത്? ഹല്ലേലൂയ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാനിടയായിത്തീരും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന് അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ശക്തി കിട്ടണം. ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചൊരു വളർച്ച, ഒരു ആത്മീയ വളർച്ച, ഒരു ആത്മീയ വർധനവ്, ഒരു ആത്മീയ നിറവ് നമുക്കുണ്ടാകണം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നു. തലയായ ക്രിസ്തു എന്നുള്ള ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങൾ കേട്ടനുസരിച്ച് ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തപ്പെടേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എഫേസ് ലേഖനം നമ്മൾ നന്നായി പഠിച്ചാൽ സഭയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങൾ അവിടെ കിടപ്പുണ്ട്. മണവാട്ടിക്ക് ഒരുങ്ങി വരാനുള്ള ഉപദേശം കിടപ്പുണ്ട്. റോമാലേഖനം മുതൽ യൂദ ലേഖനം വരെയും ഈ മണവാട്ടിയെ ഒരുക്കിയെടുക്കേണ്ട ഉപദേശങ്ങളായി കിടക്കുന്നേ. ഇത് സഭയിൽ പ്രസംഗിക്കണം. റോമാലേഖനം മുതൽ യൂദ ലേഖനം വരെ പ്രസംഗിക്കണം. വെളിപ്പാട് 1, 2, 3 അധ്യായം കൂടി ആയിക്കോട്ടെ. പ്രവൃത്തി പുസ്തകം വാക്കിനാലുള്ള പ്രമാണം, അതും പഠിപ്പിക്കണം, ആഴത്തിൽ പഠിപ്പിക്കണം. പുതിയ നിയമയുടെ ചരിത്ര പുസ്തകമായ പ്രവൃത്തി പുസ്തകം ഓരോ അധ്യായങ്ങളും വായിച്ച് സഭയെ പഠിപ്പിക്കണം. ലേഖനങ്ങൾ ഓരോന്നും അധ്യായങ്ങൾ വായിച്ച് പഠിപ്പിക്കണം. അവിടെ നിന്ന് ഇവിടെ നിന്ന് തോണ്ടിയെടുത്ത് പ്രസംഗിച്ചാൽ അത് ശരിയാകത്തില്ല. അത് ഹ്യൂമനിറ്റീസിന്റെ വിരോധമാണത്, എതിരായിട്ടുള്ള പ്രസംഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ ശരീരമാം സഭ അനുസരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ പ്രമാണം തന്നെയാണ്. ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ പഥ്യോപദേശം അത് നമ്മൾ നിവർത്തിക്കണം, അതനുസരിക്കണം. അല്ലാതെ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. അതാ വീട്ടിലെ സഭയായിട്ടും 1-ാം നൂറ്റാണ്ടിൽ തന്നെ കൂടി വന്നു. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ വീടുകളിൽ സഭ ഉടലെടുക്കും. സത്യസന്ധരായ മനുഷ്യർ വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. സഭയിൽ പോയി പ്രാർത്ഥിച്ചാലേ കർത്താവ് കേൾക്കൊള്ളുന്നൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരും കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയുള്ളവരായി നമ്മൾ നിൽക്കണം. തലയെ മുറുകെ പിടിച്ചുകൊള്ളണം. തലയെ മുറുകെ പിടിക്കാത്തവൻ വിരുദ്ധ തെറ്റിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രമാണം മുറുകെ പിടിച്ച് പ്രസംഗിക്കാത്തവൻ നിങ്ങളെ വിരുദ്ധ തെറ്റിക്കുക. നിങ്ങൾ തിരുവെഴുത്തുകളെ ദൈവശക്തി അറിയാൽ തെറ്റിപ്പോകുന്നു. പുതിയ നിയമ തിരുവെഴുത്ത് ആഴത്തിൽ നമ്മൾ പഠിക്കണം. അതാരും പഠിപ്പിക്കുന്നില്ല. ഞങ്ങളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുക, ആവോളം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിഷയത്തിലേക്ക് മടങ്ങി വന്ന് കൺക്ലൂഷൻ ചെയ്യാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. എന്താ ഇവിടെ പറയുന്നത്? തലയായും നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ദൈവികമായ വളർച്ച സഭയ്ക്ക് വേണ്ടത്. ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് സഭ നടത്തപ്പെടണം. ശരീരമാം സഭ നടത്തപ്പെടണം. കന്യയായ സഭ നടത്തപ്പെടണം. മണവാട്ടിയായ സഭ നടത്തപ്പെടണം. ഹല്ലേലൂയ.
അല്ലെങ്കിൽ ഒരു പ്രയോജനവും. സംഘടന വളർത്താനും സംഘടനയുടെ ആക്കം കൂട്ടാനുമാണ് ഇവിടെ പ്രസംഗം നടക്കുന്നത്. സഭയിൽ ആളെ കൂട്ടുക. ആള് കൂടിയ പാമ്പ് യാവത്തില്ല, ഞാൻ പണ്ട് പറഞ്ഞല്ലോ. ഒരു മുറുകി കയറിയ പാമ്പിനെ തല്ലിക്കൊല്ലണമെങ്കിൽ നല്ല പരിചയസമ്പന്നരായ 2 പേര് വടിയായിട്ട് അങ്ങോട്ട് കയറണം. അതിനൊരു 10 50 പേര് ആ റൂമിൽ കയറി ഇരുന്നാൽ പാമ്പ് പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ ആ വിഷയങ്ങൾ, അത് നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളുക ദൈവമക്കളെ. ആഴത്തിൽ ദൈവവചനം പഠിച്ചെടുക്കണം ഈ ദിവസങ്ങളിൽ. അതിനുവേണ്ടി വചനം കൃത്യമായി പഠിപ്പിക്കുന്നവരുടെ പ്രസംഗങ്ങൾ മാത്രമേ കേൾക്കാവുള്ളൂ. ന്യൂ ജനറേഷൻ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കരുത്. അത് ലോകത്തിലേക്ക് വലിച്ചഴിക്കുക. തലനരച്ചവൻ്റെ പ്രസംഗം കേൾക്കാൻ നല്ല വല്ല ഗുണമുണ്ടാവുള്ളൂ. സ്തോത്രം. ശരീരമാം സഭയുടെ അവയവമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ അവയവമാണെങ്കിൽ അവയവത്തിൻ്റെ പ്രവൃത്തി തലയായ ക്രിസ്തുവിൻ പ്രകാരമായിരിക്കണം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. എന്തുകൊണ്ടും കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പഠനം നമുക്ക് അനുഗ്രഹമായിരുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ച് എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ തുടരുത്. സ്തോത്രം. മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങളെ കീഴ്പ്പെടുന്നതുണ്ട്. ഇവിടുത്തെ വിഷയം ആദ്യ പാഠം എന്നുള്ള വിഷയം. യഹൂദൻ്റെ ആദ്യ പാഠം ന്യായപ്രമാണം. പുതിയ നിയമസഭയാകുന്ന നമ്മൾ, രക്ഷിക്കപ്പെട്ട നമ്മൾ, നമ്മുടെ ആദ്യ പാഠം എന്താ? ലോകത്തിലെ പാപജീവിതം. യഹൂദൻ്റെ ആദ്യ പാഠം എന്താ? ന്യായപ്രമാണം. ആദ്യ പാഠങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത്. ന്യായപ്രമാണം പഠിച്ചവർ വളർന്നു വന്നവരാ. എന്നാൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ് അതിന് പ്രസക്തി. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൽ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിർത്തി. അങ്ങനെ തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം ശരീരമാംസയുടെ അവയവങ്ങൾ സ്വീകരിച്ച് ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. അതിനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7 എപ്പിസോഡുകളുണ്ട്. 7 എപ്പിസോഡ് 1-2 പ്രാവശ്യം വെച്ച് കേൾക്കുക, കാര്യങ്ങൾ ഗ്രഹിക്കുക, പഠിക്കുക, അനുസരിക്കുക. തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം ശരീരമാംസയുടെ അവയവങ്ങൾ നമ്മളെല്ലാം അനുസരിച്ച് ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ കർത്താവ് കൃപ തരട്ടെ. അതിനായി നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.